നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. ഇന്റർ മിലാനായിരുന്നു അവരെ സമനിലയിൽ തളച്ചത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനമായ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ രണ്ട് ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഇന്റർ മിലാൻ ഗോൾ കീപ്പറായ യാൻ സോമറുടെ ഒരു മികച്ച പ്രകടനം അവർക്ക് തടസ്സമായിക്കൊണ്ട് നിലകൊള്ളുകയായിരുന്നു. മാത്രമല്ല, മറ്റൊരു തിരിച്ചടി കൂടി ഈ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ മധ്യനിരയിലെ സൂപ്പർ താരമായ കെവിൻ ഡിബ്രൂയിനക്ക് പരിക്കേൽക്കുകയായിരുന്നു. ആദ്യ പകുതിയിലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. തുടർന്ന് രണ്ടാം പകുതിയിൽ അദ്ദേഹം കളിച്ചിരുന്നില്ല. ഇൽക്കൈ ഗുണ്ടോഗനാണ് അദ്ദേഹത്തിൻ്റെ പകരം കളിക്കളത്തിലേക്ക് വന്നിരുന്നത്. ഈ പരിക്ക് മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രീമിയർ ലീഗ് മത്സരമാണ് അവരെ കാത്തിരിക്കുന്നത്. ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള മത്സരം സെപ്റ്റംബർ 22 രാത്രി ഇന്ത്യൻ സമയം 9 മണിക്കാണ് നടക്കുക. ഈ മത്സരത്തിൽ ഡിബ്രൂയിനെ കളിക്കുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ്. മത്സരശേഷം സിറ്റിയുടെ പരിശീലകനായ പെപ്പിനോട് അതേക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. എനിക്കറിയില്ല എന്നാണ് അതിന് മറുപടിയായിക്കൊണ്ട് പെപ്പ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ഡിബ്രൂയിയുടെ ആ ഒരു പരിക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നും പെപ്പ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഡിബ്രൂയിനയുടെ കാര്യത്തിൽ അവ്യക്തതകൾ തുടരുകയാണ്. അടുത്ത ആഴ്സണലിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ഇല്ലെങ്കിൽ തീർച്ചയായും അത് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പ്രീമിയർ ലീഗിൽ 4 മത്സരങ്ങളാണ് സിറ്റി കളിച്ചിട്ടുള്ളത്. 4ലും അവർ വിജയിച്ചിട്ടുണ്ട്. പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് സിറ്റിയാണ്. എന്നാൽ 4 മത്സരങ്ങളിൽ 3ലും വിജയിച്ചിട്ടുള്ള ആഴ്സണൽ നിലവിൽ 10 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്തുമുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.